ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ പൂർത്തിയായി. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ജയിൽ നോമിനേഷനുകളിൽ ഏറ്റവും ചൂടൻ സംവാദങ്ങളും ചർച്ചകളും ഏറെ ദൈർഘ്യവും ഉണ്ടായിരുന്ന ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു ഇപ്പോൾ പൂർത്തിയായത്. ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും പെരുമഴ തന്നെയായിരുന്നു ഈ നോമിനേഷനിൽ ഉണ്ടായിരുന്നത്. ചില സമയത്ത് നോമിനേഷൻ പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോവുകയാണ്. പ്രധാനമായിട്ടും ഈ നോമിനേഷനിൽ ഉയർന്നു കേട്ടത് 3 വ്യക്തികളുടെ പേരാണ്. 1 ഷാനവാസ്, 2 അനുമോൾ, 3 അനീഷ്. ജയിൽ നോമിനേഷന്റെ തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ഇത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്, ബാലിശമായി പോകരുത് നിങ്ങളുടെ ആരോപണങ്ങളെന്ന്. അതുകൊണ്ട് തന്നെ ആ ഗൗരവം നിലനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ തന്നെയായിരുന്നു അവിടെ നടന്നത്. അതിൽ ബാലിശമായി എന്ന് തോന്നിയത് ആദിലയുടെ ഒരു നോമിനേഷൻ മാത്രമായിരുന്നു. ആരും നോമിനേറ്റ് ചെയ്യാതിരുന്ന അക്ബറിന്റെ പേരാണ് താൻ നോമിനേഷനിലേക്ക് കൊണ്ടുവന്നത്. അവിടെ താൻ അതിനുവേണ്ടി കാരണമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. താൻ കുറച്ചുകൂടിയൊക്കെ ആൾക്കാരുമായിട്ടൊന്ന് ജെല്ലാകാനുണ്ട്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം, അതിനുവേണ്ടി ജയിലിൽ പോവുക. രണ്ടാമത് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ശരിക്കും ഇതൊക്കെ പഴയ സംഭവങ്ങളാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസിനോടുള്ള ബന്ധത്തിലല്ലേ ജയിൽ നോമിനേഷൻ നടക്കുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമായിരുന്നെങ്കിൽ അന്ന് നോമിനേറ്റ് ചെയ്ത് അയാളെ ജയിലിൽ അടയ്ക്കണമായിരുന്നു. പക്ഷെ അന്നത് ചെയ്യാതെ ഇപ്പോൾ വന്നിട്ട് പഴയ കാര്യം പറഞ്ഞ് അയാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങേയറ്റം ബാലിശം എന്ന് തന്നെ പറയുവാൻ കഴിയുകയുള്ളൂ. നോമിനേഷനിൽ അനീഷിന്റെയും ഷാനവാസിന്റെയും അനുമോളുടെയും ആര്യന്റെയും ജിസൈലിന്റെയും ഒക്കെ പേര് വളരെ കൃത്യമായിട്ടാണ് ഓരോരുത്തർ കാരണസഹിതം പറയുന്നത്. അതൊന്നും ചൂണ്ടിക്കാണിക്കാതെ അക്ബറിന്റെ പേര് അതിനകത്തൊന്ന് ചൂഴ്ന്നെടുത്ത് പറയുമ്പോൾ അക്ബർ പോലും ഞെട്ടിപ്പോവുകയായിരുന്നു. ഇത് പേഴ്സണൽ ഗ്രഡ്ജിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കരുതുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ജയിൽ നോമിനേഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നോമിനേഷന് വേണ്ടി വരുന്നത് അനീഷാണ്. അനീഷ് എഴുന്നേറ്റിട്ട് അനുമോളുടെ പേരാണ് പറയുന്നത്. കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അനുമോള് കിച്ചണിലേക്ക് കയറിയിട്ട് കിച്ചൺ അടക്കി ഭരിക്കുവാനുള്ള ഒരു ദുരാഗ്രഹത്തോടു കൂടിയാണ് മുൻപോട്ട് പോകുന്നത്. അടുക്കളയിൽ കിടന്നുകൊണ്ട് അനുമോൾ നാടകം നടത്തുകയാണ്. അനുമോൾക്ക് നിലപാടുകളില്ല. 2 നിലപാടാണ് പല സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നത്. അനുമോൾ കിച്ചണിനകത്ത് കയറുന്നത് ക്യാമറ അറ്റൻഷന് വേണ്ടി മാത്രമാണ്. കിച്ചണിനകത്ത് കയറിയിട്ട് അനുമോൾ സീരിയൽ കളിക്കുകയാണ്. സീരിയലിനകത്ത് ചെയ്യുന്നത് പോലൊക്കെയാണ് അനുമോൾ അതിനകത്ത് ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ക്യാമറ അനുമോളുടെ നേരെയാണോ തിരിഞ്ഞിരിക്കുന്നത് എന്ന് അനുമോൾ ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ അനുമോൾ ജോലി ചെയ്യും, സംസാരിക്കും. ക്യാമറയുടെ ഫോക്കസ് അനുമോളുടെ നേരെ അല്ല എന്നുണ്ടെങ്കിൽ അനുമോൾ ഒന്നും ചെയ്യില്ല. അനുമോള് അരി ഊറ്റുന്നത് പോലും ക്യാമറ തന്റെ നേരെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അരി ഊറ്റും. ക്യാമറയുടെ ഫോക്കസ് തന്റെ നേരെ അല്ല എന്ന് തോന്നിയാൽ അനീഷെ ഈ അരി ഒന്ന് ഊറ്റ് എന്ന് പറയും. അപ്പോൾ ക്യാമറ അറ്റൻഷന് വേണ്ടി മാത്രമാണ് അനുമോൾ കിച്ചണിൽ കയറുന്നത്. അനീഷിന്റെ രണ്ടാമത്തെ ജയിൽ നോമിനേഷൻ ഷാനവാസിന്റെ പേരാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഒരു മട്ടൺ പീസ് എടുത്തതിനോടുള്ള ബന്ധത്തിൽ നടന്ന ആ വലിയ വിവാദം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഷാനവാസിനെ താൻ നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ അനീഷ് പറഞ്ഞൊരു കാര്യം ഇതാണ്, വലിയ ബഹളം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉളുപ്പുമില്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് ഈ മട്ടൺ പീസ് എല്ലാം നല്ല രീതിയിൽ തിന്നു. അവസാന സമയമായി എല്ല് കഷ്ണം മാത്രം വന്നു. ആ എല്ല് വന്ന സമയത്ത് ഇന്നാ നീയൊക്കെ തിന്നു എന്ന് പറഞ്ഞ് അത് വലിച്ചെറിഞ്ഞിട്ട് പോയി, ഒരു ഉളുപ്പുമില്ലാതെ. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, കറക്റ്റാണ്, അതിൽ എന്തെങ്കിലും കാണുമെന്ന് കണ്ട് ഞാനും പോയി നോക്കിയിരുന്നു, ഒന്നും തന്നെ ഇല്ല, എല്ല് മാത്രം ബാക്കി വെച്ചിട്ട് ഇന്നാ നീ കഴിച്ചോ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഷാനവാസും ഒരു സീരിയലിൽ ആക്ട് ചെയ്യുന്നത് പോലെയാണ്, ഒരു സീരിയലിന്റെ ക്യാരക്ടർ പിടിച്ചൊരു വേഷം ചെയ്യുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷമോ ഈ ഒരു പ്രശ്നം ഓരോ ആൾക്കാരുടെയും മുൻപിൽ പോയി കൺവിൻസ് ചെയ്യിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അവരുടെ എല്ലാം അരികിൽ പോയിട്ട് ഈ മട്ടൺ വിവാദത്തെ വെളുപ്പിക്കുവാനും അവരെ കൺവിൻസ് ചെയ്യിക്കുവാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയും ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്റെ മുൻപിൽ വന്ന് എന്നെയും പറഞ്ഞു വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഷാനവാസ് ജയിലിൽ പോകണം. അപ്പോൾ ഷാനവാസിനെയും അനുമോളെയുമാണ് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് നെവിനാണ്. നെവിൻ വന്നിട്ട് അനുമോളുടെ പേരാണ് പറയുന്നത്. അനുമോള് അടുക്കളയിൽ നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ അനുമോളും ഇടയ്ക്ക് മോഷ്ടിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഫാമിലി വന്നപ്പോൾ കേക്ക് അവിടെ കൊണ്ടുവന്നായിരുന്നു. ആ കേക്ക് പീസിനകത്തുനിന്ന് ഒരെണ്ണം അനുമോൾ അടിച്ചു മാറ്റിയെന്നാണ് നെവിൻ ഇവിടെ ആരോപിക്കുന്നത്. രണ്ടാമത്തെ നെവിന്റെ ആരോപണം ഷാനവാസിനെതിരെയാണ്. അത് മട്ടൺ പീസിന്റെ വിഷയമാണ്. അനീഷ് പറഞ്ഞ കാര്യം തന്നെയാണ് താനും പറയുന്നത്. ഈ മട്ടൺ പീസിനകത്ത് ദശ മുഴുവൻ ഇളക്കി തിന്നതിനു ശേഷം എല്ല് മാത്രമാക്കിയിട്ട് ഭക്ഷണം ഉപേക്ഷിക്കുന്ന രീതിയിൽ എല്ലാം കൂടി വലിച്ചെറിഞ്ഞിട്ടൊരു ഒറ്റ പോക്ക്. ഞാൻ അവിടെ പോയി നോക്കി, വലിയൊരു പ്രഹസനമാണ് നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളനാണ്. ഞാനൊന്നും ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല, നിങ്ങൾ കാണിക്കുന്നതിന്റെ മുമ്പിൽ നിങ്ങൾ ഭയങ്കര കള്ളത്തരമാണ് അവിടെ കാണിച്ചത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നെവിൻ ഷാനവാസിനെയും അനുമോളെയും നോമിനേറ്റ് ചെയ്യുന്നു. അടുത്തതായി വരുന്നത് ആര്യനാണ്. ആര്യൻ അനുമോളുടെ പേരാണ് പറയുന്നത്. കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഭക്ഷണം വിളമ്പിയ സമയത്ത് ഉണ്ടായ ഒരു നിസ്സാര വിഷയം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഭക്ഷണം മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുകയായിരുന്നു ചെയ്തത്.
അതിനുശേഷം അവിടെ അത് അനുമോള് ഭയങ്കര പ്രശ്നമാക്കി. അനുമോള് ബെഡ്റൂമിൽ പോയിരുന്നുകൊണ്ട് കരഞ്ഞു. ആ ഒരു നിസ്സാര കാര്യത്തെ വലിച്ചങ്ങ് വലിയതാക്കി മാറ്റി. അപ്പോൾ അനുമോളാണ് പ്രശ്നമുണ്ടാകാൻ കാരണക്കാരി. അതുകൊണ്ട് ജയിലിലേക്ക് അനുമോളെ നോമിനേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് ആര്യൻ പറയുന്നത് ജിസൈലിന്റെ പേരാണ്. ജിസൈൽ ഇപ്പോഴും മേക്കപ്പ് റൂമിൽ തന്നെയാണ്. മേക്കപ്പ് റൂമിൽ നിന്നും കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യസമയത്ത് ഇറങ്ങി വരുവാൻ ജിസൈലിന് പറ്റുന്നില്ല. അതുകൊണ്ട് അതൊരു തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് ജിസൈലിനെ താൻ നോമിനേറ്റ് ചെയ്യുന്നു. തുടർന്ന് വരുന്നത് ബിന്നിയാണ്. ബിന്നിയുടെ ആദ്യത്തെ നോമിനേഷൻ അനുമോളുടെ പേരാണ്. അതിനുവേണ്ടി കാരണമായി താൻ പറയുന്നത് ബിന്നി കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് കോഫി പൗഡറൊക്കെ അനുമോളെ വിശ്വസിച്ചേൽപ്പിച്ചു. എന്നാൽ ഒരു രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ അനുമോളുടെ അറിവോടും അനുമതിയോടും കൂടി ഈ കോഫി പൗഡർ എടുക്കുകയും കോഫി ഉണ്ടാക്കി കുടിക്കുകയും ചെയ്തു. അതിനകത്ത് അനുമോളും അതിന്റെ പങ്കുപറ്റി. അതിനുശേഷം അടുത്ത ദിവസം ഇത് വിവാദമായ സമയത്ത് അനുമോള് സ്വയം ന്യായീകരിക്കുകയും ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെയും കള്ളരാക്കിക്കൊണ്ട് അവരെ തള്ളി പറയുകയും ചെയ്തു. അനുമോള് കൂട്ടത്തിൽ നിന്ന് കള്ളത്തരം കാണിച്ചതിന് ശേഷം കൂടെ കൂടിയ ആൾക്കാരെ ബാക്ക് സ്റ്റാബ് ചെയ്യുകയായിരുന്നു, അവരെ തള്ളി പറയുകയായിരുന്നു. അതൊരു ഭയങ്കര റോങ് ആയിട്ടുള്ള നാടകമാണ് അനുമോൾ കാണിച്ചത്. രണ്ടാമത്, എപ്പോൾ ഭക്ഷണം വിളമ്പിയാലും എല്ലാവർക്കും ഈക്വലി ഷെയർ ചെയ്യണം എന്ന് കൂടെ വാശി പിടിക്കുന്ന അനുമോള് കഴിഞ്ഞ ദിവസം ഞാൻ ഹൽവ വിതരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരു പീസ് കൂടുതലെടുത്തു. ഈ കാരണങ്ങളാൽ അനുമോളെ താൻ നോമിനേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് ഷാനവാസിന്റെ പേരാണ് പറയുന്നത്. അതിന്റെ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ആ മട്ടൺ പീസിന്റെ പ്രശ്നം തന്നെയാണ്. അവിടെ ബിന്നി ചൂണ്ടിക്കാണിക്കുന്നത് ഭക്ഷണത്തോട് യാതൊരു ബഹുമാനവുമില്ലാതെ വളരെ പരിഹാസത്തോടു കൂടി മാത്രം കാര്യങ്ങളെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഷാനവാസ് ജയിലിൽ പോകണം. തുടർന്നെത്തുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയും ഷാനവാസിന്റെ പേര് തന്നെയാണ് പറയുന്നത്. ലക്ഷ്മി പറഞ്ഞ കാര്യം ഇതാണ്: ഷാനവാസ് കിച്ചണിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയമാണെങ്കിലും അല്ലെങ്കിലും ഈ ഭക്ഷണം അത് മറ്റുള്ളവരുടേതായാലും അവിടെ എല്ലാവർക്കും വിളമ്പേണ്ടതാണെങ്കിലും അതിനകത്തേക്ക് കൈയിടും. കൈയിട്ടിട്ട് ആ ഫുഡ് എടുക്കും. ഈ കൈ കഴുകിയതാണോ കഴുകാത്തതാണോ ഇത് മറ്റുള്ള ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ കൈയിട്ടെടുത്തിട്ട് ടേസ്റ്റ് നോക്കും. സാധാരണ നമ്മളൊക്കെ തവിയിലോ സ്പൂണിലോ എടുത്തിട്ട് കയ്യിലേക്ക് വെച്ചിട്ടാണ് കഴിക്കുക. എന്നാൽ ഷാനവാസ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഉപ്പ് നോക്കാൻ പോലും പാത്രത്തിനകത്തേക്ക് കൈയിട്ടെടുക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടിയാണ് കാണിക്കുന്നത്. രണ്ടാമത്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ. ആ ഡൈനിങ് ടേബിൾ സാധാരണ എല്ലാ ആൾക്കാരും ക്ലീൻ ചെയ്യുന്നത് തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാനവാസ് ഈ ക്ലീനിങ് ടീമിന്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് നിലം തുടയ്ക്കുന്ന ചൂല് കൊണ്ടായിരുന്നു ഡൈനിങ് ടേബിൾ തുടച്ചു വൃത്തിയാക്കിയത്, തൂത്ത് വൃത്തിയാക്കിയത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടും അത് വീണ്ടും താൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുകയാണ്. അടുത്തത് നെവിന്റെ പേരാണ് താൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം നെവിൻ സാബുമാൻ ഒരു ബീൻ ബാഗിൽ ഇരിക്കുന്ന സമയത്ത് ആ ബീൻ ബാഗിന്റെ ഒരറ്റത്തേക്ക് താൻ ചാടി വീഴുന്നു. ഈ സമയത്ത് ബീൻ ബാഗ് പൊട്ടി അതിനകത്തുള്ള സാധനങ്ങളെല്ലാം കൂടി പുറത്തേക്ക് വരികയാണ്. ഇത് പൊട്ടുന്നത് കാണാൻ രസമുള്ള കാര്യമാണ്. പക്ഷേ ആ ഫ്ലോറിൽ മുഴുവനും അതിനകത്ത് സാധനങ്ങൾ ചിതറിക്കിടക്കുകയാണ്. അത് ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അത് പൊട്ടിച്ച നെവിന് തന്നെയാണ്. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ താൻ തയ്യാറായില്ല. തന്റെ പിറകിന് നടന്ന ആൾക്കാർ പറഞ്ഞിട്ടും അത് ചെയ്യില്ല എന്ന് താൻ കട്ടായം പിടിച്ചു. എന്നാൽ പിന്നീട് കണ്ട കാഴ്ച ഡോക്ടർ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ അത് ക്ലീൻ ചെയ്യുന്നതാണ്. അയാൾ ഇവിടെ വന്നൊരു ഗസ്റ്റാണ്. അയാൾ അത് തൂത്തുവാരുവാൻ തയ്യാറായി. അത് കണ്ടിട്ട് പോലും ഞാൻ ചെയ്ത തെറ്റാണ്, ഞാനാണത് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാതെ നെവിന്റെ പാട് നോക്കിപ്പോയി. അതുകൊണ്ട് നെവിൻ തീർച്ചയായിട്ടും ജയിലിൽ പോകണം. പിന്നീട് വരുന്നത് ജിസൈലാണ്. ജിസൈൽ ആദ്യം തന്നെ ആര്യന്റെ പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. മട്ടൺ പീസ് വിളങ്ങുന്ന സമയത്ത് ആര്യൻ ഒരു പീസ് എടുത്തുകൊണ്ട് പോയി. ആര്യൻ പറയുന്നത് മോഷ്ടിച്ചിട്ടില്ല, അത് എക്സ്ചേഞ്ച് ചെയ്തതാണെന്നാണ്. പക്ഷേ ആര്യൻ കാണിച്ചത് തെറ്റാണ്. ആര്യനെ അതിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് ആര്യൻ ചോദിക്കുകയാണ്, അപ്പോൾ ഷാനവാസോ? ഷാനവാസ് അല്ലേ ആദ്യം എടുത്തത്, എന്നിട്ടെന്താ ഷാനവാസിന്റെ പേര് പറയാത്തത്? അതെ, ഷാനവാസൊക്കെ മുമ്പ് ജയിലിൽ പോയിട്ടുള്ളതാണ്. നീ ഇതുവരെ ജയിലിൽ പോയിട്ടില്ലല്ലോ, നീ ഒന്ന് ജയിലിൽ പോയി കിടക്ക്. ഇത് പറഞ്ഞിട്ട് ആര്യന്റെ പേര് നോമിനേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് ജിസൈൽ ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണമായി പറയുന്നത് ഷാനവാസ് ഈയിടെയായിട്ട് കുറച്ചധികം കുട്ടിക്കളിയുമായിട്ട് നടക്കുന്നുണ്ട്. നീ റോങ് ആണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ മട്ടൺ എടുത്ത കാര്യം അങ്ങേയറ്റത്തെ റോങ് ആയിരുന്നു. റോങ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു സോറി എങ്കിലും പറയാൻ തയ്യാറാകണം. പക്ഷേ നീ സോറി പറയുന്നില്ല. അതിന്റെ കാരണം നിന്റെ ഈഗോയാണ്. ആര്യൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് അവൻ ഏറ്റു പറഞ്ഞു, സോറി പറഞ്ഞു. പക്ഷെ നീ അത് പറയുന്നില്ല. നീ ഇങ്ങനെ മാസ് കാണിച്ചപ്പോൾ അങ്ങ് കള്ളനായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ജയിലിൽ പോയേ പറ്റൂ. തുടർന്നെത്തിയത് അക്ബറാണ്. അക്ബർ അനീഷിന്റെ പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതിന് താൻ പറഞ്ഞ ചില കാരണങ്ങളുണ്ട്. അത് വളരെ ഗംഭീരമായി ഭംഗിയായിട്ട് അക്ബർ അത് അവതരിപ്പിച്ചു. അക്ബർ പറഞ്ഞത്, ഞങ്ങൾ ഒരുമിച്ച് കിച്ചൺ ടീമിലായിരുന്നു. കിച്ചൺ ടീമിൽ നിൽക്കുന്ന സമയത്ത് അനീഷേട്ടന്റെ മുഖത്തേക്ക് നോക്കിയാൽ ബാക്കിയുള്ള ആൾക്കാരോട് മുഴുവനുള്ള പുച്ഛം, അതെ ഒരു ലോഡ് പുച്ഛം ആ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അനീഷേട്ടനോട് നമ്മൾ ഒരു കാര്യവും പറഞ്ഞാൽ അദ്ദേഹം ഉൾക്കൊള്ളില്ല, ഏറ്റെടുക്കില്ല, നമ്മളെ പരിഹസിച്ച് അവിടുന്ന് ഓടിക്കും. അനീഷേട്ടൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയാണ്. മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി.
അനീഷ് ചേട്ടനോട് ഞാൻ പറഞ്ഞു, അനീഷ് ചേട്ടാ ഇതിനകത്ത് വെള്ളം കൂടുതലാണ്, ഈ അവസ്ഥയിൽ മാവ് പരത്താൻ പറ്റില്ല എന്ന് പല ആവർത്തി പറഞ്ഞു. ആ സമയത്ത് എന്നോട് പറഞ്ഞത് അക്ബറുടെ പണി നോക്കിപ്പോ, അക്ബർ വണ്ടി വിട്ടു, എനിക്കറിയാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന്. ഒടുവിൽ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് തെളിഞ്ഞു. അവസാനം മാവ് പരത്താൻ പറ്റുന്നില്ല, ഓരോന്നിൽ ഒട്ടിപ്പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെയോളം കാര്യങ്ങൾ എത്തി. അത് തെറ്റാണെന്ന് അനീഷ് ചേട്ടന് ബോധ്യപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം അത് തന്നെ അനീഷ് ചേട്ടൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്നലെ എന്താണോ സംഭവിച്ചത് വീണ്ടും അത് തന്നെയാണ് പിന്നെയും വരുന്നത്. ആ സമയത്ത് അത് നമ്മൾ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അക്ബർ നിർത്ത്, അക്ബറിന്റെ പണി നോക്കിപ്പോ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. എന്ന് വെച്ചാൽ താൻ പിടിച്ച മുയലിന് 3 ചെവി, ആരും പറഞ്ഞാൽ താൻ അംഗീകരിക്കില്ല. തുടർന്ന് അനാവശ്യമായിട്ട് അടുക്കളയിൽ താൻ പ്രശ്നമുണ്ടാക്കുകയാണ്. ഈ പ്രശ്നമുണ്ടാക്കുന്നതിനിടയിൽ താൻ പറഞ്ഞു, ഫാമിലി വീക്ക് വന്നതോടുകൂടി നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുകയാണെന്ന്. അതെങ്ങനെയാണ് അനീഷ് ചേട്ടാ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയത്? നിങ്ങൾ ഇവിടെ വന്നു കയറിയ സമയം മുതൽ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കും, നിങ്ങളുടെ തെറ്റുകളെ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ ചേർന്ന് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണെന്ന്. ഇതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. നിങ്ങളെ ഇവിടെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കി ഒറ്റപ്പെടിയിൽ നടിച്ചതിന് ശേഷം പുറം ലോകത്തുള്ള ആൾക്കാരുടെ മുമ്പിൽ ഒരു സന്ദേശം കൊടുക്കുകയാണ്, നിങ്ങളെ ഇവിടെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന്. നിങ്ങൾ പറ, ഫാമിലി വീക്കിൽ ഏത് രീതിയിൽ ആര് വന്ന് എന്ത് നിങ്ങളെ ചെയ്തു, എങ്ങനെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന്. അതിന് കൃത്യമായിട്ടൊരു മറുപടി അനീഷിനില്ല. അനീഷ് അങ്ങ് ബഹളം ഉണ്ടാക്കുകയാണ്. കാരണം അക്ബർ സംസാരിക്കാൻ തുടങ്ങിയാൽ നല്ല ഒന്നാന്തരമായിട്ട് വർത്തമാനം പറയുമെന്ന് അനീഷിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അക്ബറിനെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാൻ ഇടയ്ക്ക് കയറി ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കുകയാണ്. പക്ഷെ ആ സമയത്തെല്ലാം അക്ബർ മിണ്ടാതെ നിന്നിട്ട് അനീഷ് ഒന്ന് ശാന്തമാകുമ്പോൾ അക്ബർ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും ആരംഭിക്കും. അടുത്തതായി അക്ബർ പറയുന്നത്, കിച്ചൺ ടീമിൽ അനീഷ് ഏട്ടൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് കിച്ചൺ ടീം വളരെ മനോഹരമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടാണ്. ഇതാരോടാണ് പറയുന്നത്? കിച്ചൺ ടീമിന് പുറത്തുള്ള ആൾക്കാരോട് പറയും ഞങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടാണെന്ന്. എന്നാലോ കിച്ചൺ ടീമിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് യാതൊരു തരത്തിലും സിങ്ക് ആകാതെ എപ്പോഴും അടിയും ബഹളവും ഈ സമയം വരെ അത് തുടരുകയാണ്. അനീഷ് ഏട്ടൻ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ മറ്റുള്ള മുഴുവൻ ആൾക്കാരുടെയും മുഖത്ത് നോക്കി കൽപ്പിക്കുന്ന ഒരു പരിപാടിയാണുള്ളത്. എല്ലാവരോടും കൽപ്പനയാണ്. എന്നാൽ ഒനിലേട്ടന്റെ മുൻപിൽ മാത്രം ചെല്ലുമ്പോൾ കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒനിൽ അങ്ങനെയൊന്ന് ചെയ്യാമോ, ഒനിൽ ഇങ്ങനെയൊന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്. എന്തുപറ്റി അനീഷ് ഏട്ടാ, ഒനിലേട്ടനെ നിങ്ങൾക്ക് പേടിയാണോ? നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ഒനിലിനോട് നിങ്ങൾ കൽപ്പിക്കാതിരിക്കുന്നത്? അനീഷ് ആകെപ്പാടെ അടി കൊണ്ടതുപോലെ ഇരിക്കുക കേട്ടോ. തീർന്നില്ല, വീണ്ടും അക്ബർ പറയുകയാണ്, ഈ പുറത്തു നിന്ന് വന്ന ആൾക്കാർ കൊണ്ടുവന്ന സ്നാക്സ്, ആ സ്നാക്സ് ഐറ്റംസ് എല്ലാം കിച്ചൺ ടീമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പാത്രം തുറന്നു വെക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് അവിടെ ബഹളമുണ്ടാക്കും സാധനങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഒരടി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി മുന്നമേ തന്നെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നതല്ലേ നല്ലതെന്ന് അനീഷ് ഏട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ അനീഷ് ഏട്ടൻ പറഞ്ഞ മറുപടി, അക്ബറെ ഇതാണ് രസം, എല്ലാവരും കൂടി വന്ന് ഇവിടെ കച്ചറ കൂടി പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതിനകത്തൊരു രസമുണ്ട്, അത് കാണുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അനീഷ് ഏട്ടൻ. അവിടെ വലിയ ബഹളം നടന്നു. എന്നാൽ അടുത്ത ദിവസം വന്നപ്പോഴേക്കും അനീഷ് ഏട്ടൻ സ്ട്രിക്റ്റ് ആയി, നിലപാട് മാറ്റി. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനീഷ് ഏട്ടന് മറുപടിയില്ല. ഇന്നലെ വരെ ആ കച്ചറ കാണിക്കുന്നത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആള് ഇന്ന് അതിന് നേരെ ഓപ്പോസിറ്റായി മാറി. അതുകൊണ്ട് ഇത്തരം പ്രവണതകളെ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല. അനീഷ് ഏട്ടൻ ജയിലിൽ പോയി കിടന്നൊന്ന് മര്യാദ പഠിച്ചിട്ട് വാ എന്ന് പറയുന്നു. രണ്ടാമത് അക്ബറിന്റെ നോമിനേഷൻ ഷാനവാസിനെയാണ്. മട്ടൺ പീസ് കൈയിട്ടെടുത്തോണ്ട് പോയ കാര്യം തന്നെയാണ് ഷാനവാസിനെതിരെ അക്ബർ ആരോപിക്കുന്നത്. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും വരുന്നുണ്ട്, അതിനകത്ത് മെയിൻ ഫുഡായിട്ടുള്ള ഈ മട്ടൺ, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ സെക്കൻഡറി ആയിട്ട് ഈ ചിപ്സ് ഐറ്റംസ്, സ്നാക്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് രണ്ടും രണ്ട് രീതിയിലാണ് കാണേണ്ടത്. സ്നാക്സ് ഐറ്റംസ്, ചിപ്സ് ഒക്കെ പൊട്ടിച്ചു വെക്കുമ്പോൾ എല്ലാവരും അതിനകത്തൊന്ന് കൈയിട്ടെടുക്കാറുണ്ട്. അതൊരു പ്രശ്നമല്ല, അങ്ങനെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ മട്ടൺ കറി അതങ്ങനെയല്ല. അനുമോളുമായിട്ട് എനിക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. അനുമോളെ പല ആവർത്തി ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുമുണ്ട് അടുക്കളയിലെ പ്രശ്നങ്ങളുള്ള ബന്ധത്തിൽ. എന്നാൽ കഴിഞ്ഞ ദിവസം അനുമോൾ കാണിച്ചതിൽ ഒരപാകതയും ഇല്ലായിരുന്നു. കൃത്യമായിട്ട് അനുമോളെ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ മട്ടൺ കറിക്കകത്ത് കൈയിട്ട് അതിനകത്തൊന്ന് മട്ടൺ പീസ് എടുത്തുകൊണ്ട് പോയി. ആ ഒരു കാര്യം തെറ്റാണ്. അത് തെറ്റാണെന്ന് ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും പറഞ്ഞിട്ടും ഷാനവാസിക്കായ്ക്ക് അത് തെറ്റാണെന്ന് സമ്മതിക്കുവാനോ ഒരു സോറി പോലും പറയുവാനോ ഇതുവരെയും തോന്നിയിട്ടില്ല. 100% തെറ്റായ പ്രവൃത്തി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ഷാനവാസിക്കയും ജയിലിൽ പോകണം. തുടർന്ന് വരുന്നത് സാബുമാനാണ്. സാബുമാൻ അക്ബറിന്റെ അതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്. ഞാനും അക്ബറും തമ്മിൽ ചർച്ച ചെയ്തിട്ടൊന്നും സംസാരിക്കുന്നതല്ല, എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അക്ബർ പറഞ്ഞത്. എങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ചിപ്സും മിച്ചറും ഒക്കെ കൈയിട്ടെടുക്കുന്നത് പോലെ അല്ല കറിപ്പാത്രത്തിനകത്ത് കൈയിട്ട് മട്ടൺ പീസ് എടുത്തുകൊണ്ട് പോകുന്നത്. ആര്യൻ ആ തെറ്റ് ചെയ്തു, അതിന് ആര്യൻ സോറി പറഞ്ഞു.
എന്നാൽ ഇപ്പോഴും ഷാനവാസിക്ക അത് തെറ്റല്ല, ശരി തന്നെയായിരുന്നു എന്ന് പറഞ്ഞു ഒരു ഉളുപ്പുമില്ലാതെ നടന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ്. അതുകൊണ്ട് ഷാനവാസിനെയാണ് ഒന്നാമത് നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് അനീഷ്. അനീഷേട്ടൻ ഇവിടെ വന്ന് നിന്നോട്ട് പറഞ്ഞു അനുമോള് അടുക്കളയ്ക്കകത്ത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയും അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയും ക്യാമറയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടിയും ഒക്കെയാണ് പരിശ്രമിക്കുന്നതെന്ന്. അനീഷേട്ടൻ എന്താണ് ചെയ്യുന്നത്? അത് തന്നെയാണ് നിങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഡെയിലി ഇവിടെ അടി ഉണ്ടാക്കണം. അടിയല്ലാതെ നിങ്ങൾക്ക് വേറൊരു കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അടി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പുമില്ല എന്ന് നിങ്ങൾക്കറിയാം. അതിൽ കൂടി അനുമോള് ചെയ്തതായിട്ട് നിങ്ങൾ ആരോപിച്ചത് എന്താണോ അത് തന്നെയല്ലേ അനീഷേട്ട നിങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുക്കളയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ കാണിച്ചതിനെ എനിക്ക് ശരിയായി തോന്നിയിട്ടില്ല. നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങളും ജയിലിൽ പോകണം. പിന്നീട് എത്തുന്നത് ഒനിലാണ്. ഒനിൽ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് കേട്ടോ. ഒനിൽ പറയുകയാണ് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പിള്ളേര് ആൺകുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ ഒന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ ഒരിടത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്നു, മറ്റൊരു കൂട്ടം ആൾക്കാർ വേറൊരിടത്ത് പോയിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നു. ആ സമയത്ത് പോലീസ് പിടിക്കുകയാണ്. പോലീസ് പിടിച്ചപ്പോൾ ഒരുത്തൻ പോലീസിനോട് പറയുന്നു, സാറിന് ഞങ്ങൾ വലിച്ചത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ദേ അവിടെ നിന്നുകൊണ്ട് അവർ സിഗരറ്റ് മേടിച്ച് വലിക്കുന്നുണ്ടല്ലോ, അതെന്താണ് സാറ് കാണാത്തത്? ഇത്രയും പറയുകയും മുഖം നോക്കി പോലീസ് അടിക്കുകയാണ് ആദ്യം ചെയ്തത്. അതാണ് അവിടുത്തെ കൃത്യമായിട്ടുള്ള നടപടി. ഇത് ഷാനവാസിനിട്ടുള്ള ഡയറക്റ്റ് അടിയായിരുന്നു. അതായത് ആര്യൻ മട്ടൺ പീസ് എടുത്തത് നിങ്ങൾ കണ്ടില്ല, അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുമില്ല. ഷാനവാസ് മട്ടൺ എടുത്തത് മാത്രമാണ് നിങ്ങളുടെ കൺമുമ്പിൽ തെറ്റായിട്ടുള്ള നടപടി. ഇത് പറഞ്ഞ് ന്യായീകരിക്കരുത്. നിങ്ങൾ തെറ്റ് തന്നെയാണ് ചെയ്തത്, ശിക്ഷ അനുഭവിക്കേണ്ട തെറ്റ് തന്നെയാണ്. എന്നാൽ ഇതുവരെയും നിങ്ങളൊരു സോറി പോലും പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടണം, ജയിലിൽ പോകണം. അടുത്തത് അനീഷാണ്. അനീഷ് പറഞ്ഞു ഫാമിലി വീക്ക് വന്നതോടുകൂടി എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തുകയാണെന്ന്. അത് എന്തുകൊണ്ടാണ് അനീഷ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് 100% തെറ്റായ കാര്യമാണ്. അനീഷിനെ ഇവിടെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല അനീഷ് മറ്റൊരു കാര്യം ചെയ്തത്, മാവ് കുഴച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബെല്ല് സ്റ്റോർ റൂമിൽ മുഴങ്ങുന്നു. ഉടനെ മാവ് അവിടെ ഇട്ടിട്ട് അനീഷ് സ്റ്റോർ റൂമിലേക്ക് ഓടുകയാണ്. അത് വലിയൊരു തെറ്റാണ് അനീഷ് കാണിച്ചത്. സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അനീഷിന് കയറണം. അത് അനീഷിന്റെ നിർബന്ധമാണ്. എന്തിനാണ് അതിന് ഇത്ര വാശി പിടിക്കുന്നത്? ഇവിടെ മറ്റാർക്കും കയറാൻ പറ്റില്ലേ? മറ്റാരെങ്കിലും എടുത്താൽ എന്താ? പെട്ടെന്ന് അനീഷ് പ്രശ്നമുണ്ടാക്കുകയാണ്. ഞാൻ കയറും, ഞാൻ കയറും, ഞാൻ കയറും, ഞാൻ കയറും. നിങ്ങൾക്ക് എന്നെ തടുക്കുവാൻ കഴിയില്ല. ആരെല്ലാം തടുത്താലും ഞാൻ അത് തന്നെ ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഞാൻ സ്റ്റോർ റൂമിൽ കയറുന്നതിന്റെ ബുദ്ധിമുട്ട്? ഞാൻ ആദ്യം മുതൽ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴെന്താ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം? ഒരു തരത്തിലും സമ്മതിക്കില്ല. അനീഷ് ബഹളത്തോടെ ബഹളം. അപ്പോൾ ഒനിൽ പറയുകയാണ് ഇവിടുത്തെ മെയിൻ ക്യാപ്റ്റൻ ബിന്നിയാണ്. ബിന്നി നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ്, നിങ്ങൾ പോകരുത്, അവിടെ മറ്റാരെങ്കിലും പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റന്റെ വാക്ക് പോലും കേൾക്കാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടി ഈ സ്റ്റോർ റൂമിനകത്തേക്ക് പോയി കയറുന്നത്? മറ്റാരെങ്കിലും ചെയ്യരുതോ ആ ഡ്യൂട്ടി? അവർക്ക് വിട്ടുകൊടുക്ക്. പറ്റില്ല, ആദ്യം മുതൽ ഞാനാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തന്നെ അത് ചെയ്യണം, ഞാൻ സമ്മതിക്കില്ല. അനീഷിന്റെ ഈ നടപടിയൊക്കെ കണ്ടിട്ട് വളരെ ബാലിശമായിട്ടാണ് തോന്നുന്നത്. കുട്ടികളെ പോലെയുള്ള പിടിവാശി എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? സത്യത്തിൽ അനീഷിനോടുള്ള നമ്മുടെ ആ സ്നേഹവും ബഹുമാനവും ഒക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണുമ്പോൾ അങ്ങ് പുതിയ ഇല്ലാതെയായി പോവുകയാണ്. ഇതൊരുമാതിരി കുട്ടികളെ പോലെയുള്ള പെരുമാറ്റമായി പോയി. എന്തായാലും അടുത്തതായി എത്തുന്നത് ആദിലയാണ്. ആദില വന്നിട്ടും അനീഷിന്റെ പേര് തന്നെയാണ് പറയുന്നത്. അനീഷിന്റെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയെ കുറിച്ചാണ് ആദില പറഞ്ഞു തുടങ്ങുന്നത്. അനീഷേട്ടന് ഒറ്റക്കൊമ്പൻ എന്നുള്ളൊരു പേര് കിട്ടി. ആ പേര് ഇവിടെയുള്ളവരെല്ലാവരും കൂടി ചാർത്തി തന്ന പേരാണ്. അതായത് ഇവിടെ ആരും ഒറ്റപ്പെടുത്തിയിട്ട് ഒറ്റക്കൊമ്പനായതല്ല. ഇവിടെ അനീഷേട്ടൻ തന്നെ വന്നു കയറിയപ്പോൾ മുതൽ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ പേരും പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഫാമിലി വീക്ക് വന്നതോടുകൂടി എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയെന്ന്. എങ്ങനെ ഒറ്റപ്പെടുത്തിയെന്നാണ് അനീഷേട്ടൻ പറയുന്നത്? പിന്നെ അനീഷേട്ടൻ ഒരു കോമണറാണെന്നും ഞങ്ങളൊക്കെ വേറെ ആൾക്കാരാണെന്നും പറയാറുണ്ട്. അനീഷേട്ടനും ഞങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളാണ്. അനീഷേട്ടനും ഒരു വിധത്തിൽ സെലിബ്രിറ്റിയാണ്. അത് അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാകും. അനീഷേട്ടന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. പല ടെലിവിഷൻ ഷോകളിലും അനീഷേട്ടൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളതുപോലെ തന്നെയൊക്കെ അനീഷേട്ടനും ഇവിടെയുണ്ട്. കോമണർ എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അനീഷ് ആദിലയ്ക്ക് നേരെ ശക്തമായി ബഹളവുമായി ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും അനീഷിനെതിരായിട്ട് ലക്ഷ്മി ബഹളം വെക്കാൻ തുടങ്ങി. ഈ ബഹളം തീരുന്ന സമയം വരെയോളം ആദില മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ബഹളമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഐ ലവ് യു അനീഷേട്ട, ഇനി ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞു തീരുന്നിടം വരെയും ഇന്ററപ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. അനീഷേട്ടനെ ഈ വീട്ടിൽ ആർക്കാണ് വെറുപ്പ്? ആർക്കുമില്ല. എന്തെങ്കിലും വെറുക്കാനുള്ള കാരണമുണ്ടോ? അനീഷേട്ടനെ എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അനീഷേട്ടന്റെ ഈ ചൊറിയൻ സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവത്തിനെതിരെ മാത്രമേ ഈ വീട്ടിലുള്ള ആൾക്കാർ സംസാരിച്ചിട്ടുള്ളൂ. അനീഷേട്ടൻ ഇപ്പൊ പറയുന്നത് ഫാമിലി വന്നതിന് ശേഷം എല്ലാവരും കൂടി അനീഷേട്ടനെ ഒറ്റപ്പെടുത്തിയെന്നാണ്. അനീഷേട്ടൻ അതിന് എന്തെങ്കിലും റീസൺ പറയുന്നുണ്ടോ? ഒരു കാരണവും പറയുന്നില്ല. എന്തെങ്കിലും കാരണമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി സംസാരിക്കാൻ അനീഷേട്ട.
വെറുതെ ഫാമിലി വീക്ക് വന്നതോടുകൂടി എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എന്ന് കൂടെ കൂടെ പറഞ്ഞു നടക്കരുത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അനീഷ് ഏട്ടനും ഞാനും കൂടി ജയിലിലേക്ക് പോയി. അവിടെ വെച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കരുതിയത് അനീഷ് ഏട്ടൻ ഇതെല്ലാം ഹാട്ടിൽ നിന്നാണ് പറയുന്നതെന്നായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഹാട്ടിൽ നിന്നല്ലായിരുന്നു, പോർട്ടിൽ നിന്നായിരുന്നെന്ന്. അനീഷ് ഏട്ടൻ പക്ക ഫേക്കാണ്. അതുകൊണ്ട് അനീഷ് ഏട്ടനെ നോമിനേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് അക്ബറിന്റെ പേരാണ്. അക്ബർ കുറെ കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ അധികം ആരുമായിട്ടും ജെല്ലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേരും ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ്. തുടർന്ന് നൂറ വരുന്നു. നൂറയും അനീഷിന്റെ പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതിന് കാരണമായി നൂറ പറയുന്നത് ഒരു ചെറിയ കാരണം കിട്ടാൻ വേണ്ടി അനീഷ് ഏട്ടൻ നോക്കിയിരിക്കുകയാണ്. അത് ഊതി പെരുപ്പിച്ച് കത്തിച്ച് ഒരു വലിയ വിഷയമാക്കി മാറ്റുവാൻ വേണ്ടി. അനീഷ് ഏട്ടൻ എന്താണ് ഈ സ്റ്റോർ റൂമിലേക്ക് പോയി സാധനം എടുക്കണമെന്ന് ഇത്ര നിർബന്ധം? ഈ വീട്ടിൽ മറ്റാർക്കും അങ്ങനെയുള്ളൊരു പ്രശ്നമില്ലല്ലോ. ഈ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ അനീഷ് ഏട്ടൻ വാശി പിടിക്കല്ലേ? അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? മറ്റുള്ളവർക്കും ആഗ്രഹമില്ലേ സ്റ്റോർ റൂമിൽ പോകണമെന്ന്? അവരും കൂടെ പോട്ടെ. ഉടനെ വീണ്ടും അനീഷ് പ്രതിഷേധവുമായി എഴുന്നേറ്റു. വന്ന ദിവസം മുതൽ ഇതുവരെയും ഞാനാണ് സ്റ്റോർ റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിലൊന്നും എന്നെ ആരും തടയാൻ ശ്രമിക്കണ്ട. ഞാൻ തന്നെ പോയിരിക്കും. എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ തന്നെ സ്റ്റോർ റൂമിൽ പോയിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രശ്നം ആരംഭിക്കുകയാണ്. അല്പമൊന്ന് ശാന്തമായപ്പോൾ നൂറ ചോദിക്കുകയാണ്, ഈ ഫാമിലി വീക്ക് വന്നപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് നിങ്ങൾ പറയുന്നു. എന്താണ് അനീഷ് ഏട്ടൻ അങ്ങനെ പറയാനുള്ള കാരണം? ഇവിടെ സ്റ്റോർ റൂമിലേക്ക് പോകുന്ന വിഷയം പറഞ്ഞിട്ടാണ് ഈ ഫാമിലി വീക്കിൽ പ്രശ്നമുണ്ടായത്. അപ്പോൾ ആ പ്രശ്നമുണ്ടായത് ഇവിടെ വന്ന ഓരോ ഫാമിലിയും അനീഷ് ഏട്ടനെ സ്റ്റോർ റൂമിലേക്ക് വിടരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞെന്ന് കരുതിയിട്ടാണോ പറയുന്നത്? അത്രയും കേട്ടപ്പോഴേക്കും വീണ്ടും അനീഷ് ചാടി എഴുന്നേൽക്കുന്നു, ബഹളം ആരംഭിക്കുന്നു. ഇതിനിടയിൽ ആര്യൻ പറയുന്നുണ്ട്, ഇതും ഇവന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അവസാനമായി നൂറ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, അനീഷ് ഏട്ടാ, ഇവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് വഴക്കിടിയിൽ മാത്രമാണെന്നാണ് അനീഷ് ഏട്ടന്റെ ഒരു ചിന്ത. അതുമാത്രമല്ല, സ്നേഹത്തോടു കൂടി ഒന്ന് സംസാരിക്കാൻ അനീഷ് ഏട്ടാ. 4 ആൾക്കാരോടൊന്ന് വർത്തമാനം പറയും. അവരോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചും നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയും. അല്ലാതെ എല്ലാവരെയും ചാടിക്കടിച്ച് ബഹളം ഉണ്ടാക്കുന്നതല്ല ശരിക്കും ഇവിടുത്തെ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്. തുടർന്ന് നൂറ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് സമയം നോക്കിയാലും ജിസൈൽ മേക്കപ്പ് റൂമിൽ തന്നെയാണ്. എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്യുവാൻ വേണ്ടി ബിഗ് ബോസ് ഓർഡർ ഇടുന്നോ ആ സമയത്ത് ജിസൈൽ ഓടി മേക്കപ്പ് റൂമിൽ കയറും. ജിസൈലിനെ കാത്തു നിൽക്കുകയാണ് ബാക്കിയുള്ളവർ. ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പോയിട്ട് അവിടുത്തെ വെയിൽ കൊണ്ട് മുഴുവൻ ആൾക്കാരും ഉണങ്ങി. ആ സമയത്തും ജിസൈല് മാന്യമായിട്ട് മേക്കപ്പ് റൂമിൽ ഇരുന്നുകൊണ്ട് മേക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ജിസൈല് ജയിലിൽ പോകണം. അടുത്തതായിട്ട് അനുമോളാണ് വരുന്നത്. അനുമോളുടെ ഒരു നീണ്ട പ്രസംഗം തന്നെ നോമിനേഷനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. ആദ്യമായിട്ട് അനീഷിന്റെ പേര് നോമിനേറ്റ് ചെയ്തിട്ട് സംസാരം അങ്ങോട്ട് തുടങ്ങുകയാണ്. അനീഷ് ഏട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ. അതെ, ഞാൻ ഈ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് വർഷം 11ആയി. ഈ 11 വർഷത്തിനുള്ളിൽ എനിക്ക് കണ്ടമാനം ക്യാമറ അറ്റൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ക്യാമറമാന്മാരുണ്ട് അനീഷ് ഏട്ടാ. ഇവിടെ 72 അതിലധികമോ ക്യാമറയുണ്ട്. ഈ ക്യാമറ പ്രവർത്തിപ്പിക്കുന്നവർക്കറിയാം എന്ത് സാധനമാണ് എടുക്കേണ്ടതെന്നും എന്താണ് പ്രേക്ഷകരിലേക്ക് വിടേണ്ടതെന്നും. അല്ലാതെ അനുമോളല്ല തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് സംസാരിച്ചാലും അവർ തീരുമാനിക്കും പ്രേക്ഷകരെ അത് കാണിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ക്യാമറ അറ്റൻഷന് വേണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എനിക്ക് അതിനോട് താല്പര്യവുമില്ല. മാക്സിമം ക്യാമറ അറ്റൻഷൻ പുറത്തു വെച്ചേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്, ക്യാമറയുടെ മുൻപിൽ പോയി പ്രഹസനം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഇവിടെ പല കാര്യങ്ങൾക്കും വേണ്ടിയും ബിഗ് ബോസ് എന്നെ വിളിക്കുമ്പോഴും എന്നാ പിന്നെ ക്യാമറ കിട്ടുമല്ലോ എന്ന് കരുതി ചാടിച്ചെല്ലാമായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് പിൻപിലേക്ക് മാറിയിട്ട് മറ്റുള്ളവരെ മുൻപോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അനീഷ് ഏട്ടൻ പറഞ്ഞ ആ കാര്യത്തോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. രണ്ടാമത്, അനീഷ് ഏട്ടൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാം. ആ കുക്കിംഗ് അറിയാവുന്ന അഹങ്കാരത്തിന് അടുക്കളയിൽ ഞാൻ അടക്കി ഭരിക്കുകയും മറ്റുള്ളവരെ അടിച്ചമർത്തുകയും ചെയ്യുന്നു എന്നൊക്കെയാണ്. എനിക്ക് കുക്കിംഗ് അറിയില്ല. എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അമ്മയോട് ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്, ഞാൻ എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യാൻ കയറാറില്ല. അത്യാവശ്യം പാത്രം മാത്രമേ കഴുകി വെക്കാറുള്ളൂ. ഇത് ഏതോ ദൈവഭാഗ്യത്തിന് കിട്ടിപ്പോയൊരു കാര്യമാണ്. അതിനകത്ത് ഞാൻ അഹങ്കരിച്ചിട്ടൊന്നുമില്ല. അടുക്കളയിൽ എനിക്ക് ഡ്യൂട്ടി ചെയ്യുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറാം എന്ന് പറയുന്നു. ഈ സീസൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ ഏറ്റവും അധികം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. അതെനിക്ക് ഇഷ്ടവുമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കംപ്ലൈന്റ് പറയാൻ വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് വായിൽ തോന്നിയത് വിളിച്ചു പറയാതിരിക്കുവാൻ ശ്രമിക്കണം. അടുത്തത് സ്റ്റോർ റൂം പ്രശ്നമാണ്. ബിന്നിയാണ് അനീഷ് ഏട്ട ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ. അവർ പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. പക്ഷെ അനീഷ് ഏട്ടൻ അത് കേൾക്കില്ല. നിങ്ങൾ സ്റ്റോർ റൂമിൽ പോകണ്ട, സാധനം എടുക്കണ്ട എന്ന് അവർ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എന്താണ് അത് കേൾക്കാനും അനുസരിക്കാനും ബുദ്ധിമുട്ട്? ഞാൻ അനുസരിക്കില്ല. വന്ന ദിവസം മുതൽ ഞാനാണ് സ്റ്റോർ റൂമിൽ പോവുകയും ഞാനാണ് ഇതെല്ലാം എടുക്കുകയും ചെയ്യുന്നത്. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ആരെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ബിഗ് ബോസ് എന്നോട് പറയണം സ്റ്റോർ റൂമിൽ പോകരുതെന്ന്. ഏത് ക്യാപ്റ്റൻ വന്നെന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. വീണ്ടും ബഹളമായി.
അപ്പോൾ അനുമോള് പറയുകയാണ്, നിങ്ങൾ കിച്ചണിൽ നിന്നുകൊണ്ട് മാവ് കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാവ് കുഴച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. ആ മാവ് കുഴക്കൽ നിർത്തിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കിച്ചണിലേക്ക്. ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ എടുക്കാൻ വേറെ ആരെങ്കിലും പോവില്ലേ? അവിടെ ആ സമയത്ത് നിൽക്കുന്നവർ ആരെങ്കിലും അവിടെ പോയി ബാറ്ററി എടുത്തുകൊണ്ട് വരട്ടെ, അത് ഞാൻ തന്നെ എടുക്കും എന്ന് എന്തൊരു ശാഠ്യമാണ് ഈ പിടിക്കുന്നത്. മാവെന്നല്ല, എന്താണെന്ന് പറഞ്ഞാലും, കിച്ചണിലല്ല, എവിടെയാണെന്ന് പറഞ്ഞാലും സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോൾ ഞാൻ പോയിരിക്കും, എന്നെ അത് തടുക്കാം എന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഞാൻ തന്നെ സ്റ്റോർ റൂമിൽ പോയിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് അനുമോള് പറയുകയാണ്, ഇപ്പോൾ ഫാമിലി വീക്ക് കഴിഞ്ഞല്ലോ. ഈ ഫാമിലി വീക്കിൽ നമ്മൾ കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ വീട്ടുകാരെ കാണാൻ വേണ്ടി. വീട്ടുകാരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊക്കെ കുറെ പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് ഈ പുള്ളിക്ക് പിടിച്ചിട്ടില്ല. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നത് ഇങ്ങർക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിനാണ് ആവശ്യമില്ലാതെ ഇയാൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഫാമിലി വീക്കിൽ തന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറയുകയും ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ അനീഷിൽ നിന്നും അടുത്തതായി ഷാനവാസിലേക്ക് എത്തുകയാണ്. ഷാനവാസ് ഇവിടെ ഏറ്റവും അധികം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. എന്നോടാണ് ഈ വഴക്കെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ആ ആപ്പിൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വായിൽ നിന്നും ഞാൻ കടിച്ച ആപ്പിളിന്റെ ബാക്കി അയാൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. നെവിൻ ഒരു മല്ലിയില എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അയാൾ പോയി നെവിനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാക്കി അയാൾ മാറ്റി. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പേരക്ക ഇരിക്കുന്നത് കണ്ടിട്ട് ആ പേരക്ക ഞാൻ കഴിക്കാൻ എടുത്തപ്പോഴേക്കും ഇയാൾ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ അവസാനമായി മട്ടൻ പാത്രത്തിനകത്ത് കൈയിട്ട് അത് എടുത്തുകൊണ്ട് പോയിട്ട് അയാൾ ഇപ്പോഴും അയാളെ തന്നെ ന്യായീകരിച്ച് താനാണ് ശരി എന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ മട്ടൻ കറി എന്ന് പറയുമ്പോൾ മറ്റുള്ള സാധാ സ്നാക്സ് പോലെയല്ല. അത് എല്ലാവർക്കും കൃത്യമായിട്ട് വീതം വെച്ച് കൊടുക്കേണ്ടതാണ്. ഇഷ്ടമുള്ളതുപോലെ എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാനിവിടെ അലുവ എടുത്തു, അലുവ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കേട്ടോ, എനിക്ക് അലുവ ഇഷ്ടമല്ല. അലുവ ഞാൻ അങ്ങനെ കഴിക്കാറുമില്ല. ഞാൻ എടുത്തു എന്ന് പറയുന്ന ഈ അലുവ അത് ബിന്നിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഞാൻ വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയായിരുന്നു. അതിന്റെ കാരണം അലുവ പീസ് കൂടുതലുണ്ടായിരുന്നു. അധികം സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് എടുത്തത്. മറ്റുള്ളവർക്ക് ഞാൻ അത് കൊടുക്കുകയായിരുന്നു. ഞാൻ അതിന്റെ പുറകിന് നടന്നിട്ടില്ല. അടുത്തത് ബിന്നി പറഞ്ഞ കോഫി പൗഡർ മോഷ്ടിക്കുവാൻ ഞാനും കൂടി കൂട്ടുനിന്നു, എന്നിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യം അങ്ങനെയല്ല സംഭവം. ബിന്നി കിച്ചൺ ക്യാപ്റ്റൻ ആണ്. പക്ഷെ ഈ വീടിന്റെ ഓൾ ഇൻ ഓൾ ക്യാപ്റ്റൻ ഒനിലാണ്. ആ സമയത്ത് മെയിൻ ക്യാപ്റ്റനാണ് എന്നോട് കോഫി പൗഡർ ചോദിക്കുന്നത്. ആ സമയത്ത് എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാനത് കൊടുത്തു. അടുത്ത ദിവസം പ്രശ്നമായ സമയത്ത് ഇന്നതായിരുന്നു കാര്യം എന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞതാണ്. അല്ലാതെ അവരുടെ കൂടെ നിന്ന് പങ്കുപറ്റിയതിനു ശേഷം അവരെ ബാക്ക് സ്റ്റാബ് ചെയ്തതല്ല. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അനുമോൾ പറഞ്ഞ് അനീഷിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്യുകയും തനിക്കെതിരായിട്ട് വന്ന എല്ലാ ആരോപണങ്ങൾക്കും താൻ മറുപടി പറയുകയും ചെയ്തു. ഒടുവിലായിട്ട് നോമിനേഷന് വേണ്ടി വരുന്നത് ഷാനവാസ് ആണ്. അനുമോളുടെ പേരാണ് ഷാനവാസ് പറയുന്നത്. അനുമോൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഇവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചില ആൾക്കാർ ഇവിടെയുണ്ട്. ഭക്ഷണം വിളമ്പുമ്പോൾ അവർക്ക് വലിയ പീസ് കൊടുക്കും, ബാക്കിയുള്ളവർക്ക് ചെറിയ പീസ് കൊടുക്കും. എന്നെ കാണുമ്പോൾ ഏറ്റവും ചെറിയ പീസ് മാത്രമേ തരൂ. പിന്നെ മട്ടൻ പീസിന്റെ പ്രശ്നം. ഈ മട്ടൻ ശരിക്കും നൂറയുടെ ആൾക്കാർ കൊണ്ടുവന്നതാണ്. ദിയാസനയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ആദിലയ്ക്കും നൂറയ്ക്കും അല്പം കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൂടുതൽ കൊടുത്തു. ആ സമയത്ത് അത്രയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തിരികെ ഇട്ടു. ശരിക്കും അവരുടെ പീസാണത്. അവരുടെ പീസാണ് ഞാൻ എടുത്തത്. അതിന് ഇത്രയും വലിയ പ്രശ്നം എന്തിനാ ഉണ്ടാക്കുന്നത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സോറി പറയാത്തത്. അങ്ങനെ ആദിലയുടെയും നൂറയുടെയും പീസാണെങ്കിൽ അവരുടെ പാത്രത്തിൽ നിന്ന് എടുത്താൽ പോരെ? അവരോട് ചോദിച്ചു വാങ്ങിയാൽ പോരെ? എന്തിനാണ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറിപ്പാത്രത്തിൽ കൈയിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്? തുടർന്ന് ഷാനവാസ് പറയുന്നത് അനുമോള് പാർഷ്യാലിറ്റി കാണിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കഴിഞ്ഞ ആഴ്ച ശർക്കര വരട്ടി എങ്ങാണ്ട് അവിടെ വിഭജിച്ചു കൊടുത്തു. ഓരോ ആൾക്കാർക്കും ഒരെണ്ണവും പിന്നെ 1/4 ഭാഗവും കൊടുത്തു. എനിക്കും ഒന്ന് കിട്ടി, 1/4 ഭാഗവും തന്നു. അവസാനം ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ആ പൊടി ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ എനിക്ക് തരാതെ അത് അവളുടെ വായിലിട്ടു. ഇത് വലിയ പാർഷ്യാലിറ്റി അല്ലേ ഇവളി കാണിക്കുന്നത്? ഷാനവാസിന്റെ ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കണക്ക് പറച്ചിൽ കേട്ടിട്ട് കൊച്ചു പിള്ളേര് പോലും ഇത്രയും തരം താഴില്ല കേട്ടോ. നാണക്കേട്. അടുത്തതായിട്ട് താൻ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അനീഷിനെ കുറിച്ച് ഷാനവാസ് പറഞ്ഞത് അടുക്കളയിൽ വലിയൊരു അടി ഉണ്ടാക്കുവാൻ കാരണമായി മാറിയത് അനീഷ് ആയിരുന്നു. അതായത് ഈ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോൾ എല്ലാവരും കൂടി അടി കൂടുന്നത് തനിക്ക് കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു പോലും. അടുത്തത് മട്ടൻ കറിയുടെ വിഷയത്തെക്കുറിച്ച് പ്രശ്നമുണ്ടായപ്പോൾ അനീഷിനോട് കുറെ കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞു. അതൊരു സുഹൃത്ത് എന്ന നിലയിൽ വിശ്വസിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇപ്പോൾ എന്നെ നോമിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നീ ഒരിക്കലും ഒരു നല്ല സുഹൃത്തല്ല. നിന്നെ ഒരിക്കലും വിശ്വസിക്കുവാനും കൊള്ളില്ല. നിന്നോടൊരു കാര്യം വിശ്വസിച്ച് പറഞ്ഞാൽ നീ അത് പാട്ടാക്കും. അതാണ് ഇപ്പോൾ നീ നോമിനേഷന് വേണ്ടി എനിക്കെതിരെ ഉപയോഗിച്ച തന്ത്രം.
അതുകൊണ്ട് നിന്നെയും ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അനീഷിനെയും അനുമോളെയും ഷാനവാസും നോമിനേറ്റ് ചെയ്യുന്നു. ഒടുവിൽ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചപ്പോൾ 9 വോട്ടുമായി ഷാനവാസും 7 വോട്ടുമായി അനീഷുമാണ് മുൻപിലെത്തിയത്. അതുകൊണ്ട് ഈ 2 ആൾക്കാരായിരിക്കും ജയിലിലേക്ക് പോവുക. നോമിനേഷൻ പ്രക്രിയ വളരെ ദൈർഘ്യമുള്ളതായതുകൊണ്ടാണ് വീഡിയോയ്ക്കും ഇത്രയും ലെങ്ത് ഉണ്ടായത്. എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷമിക്കണം.